മാതർമേ മധുകൈടഭഗ്നി महिषप्राणावहारोद्यमे केला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശുദുരിതം തുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ദേവിയുടെ ദേവിയായിട്ട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് സുംഭനിസുംഭന്മാർ വലിയൊരു സൈന്യവുമായിട്ട് എല്ലാ ബാക്കിയുള്ള സൈന്യങ്ങളെയൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ പുറപ്പെട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ദേവിയുടെ കോപിച്ചതായിട്ടുള്ള ദേവിയുടെ ഇന്ന് ഫലത്തിൽ നിന്ന് കാളിയുണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ ദേവന്മാരൊക്കെ സഹായത്തിനെത്തി. ആ ദേവന്മാരുടെയൊക്കെ ഓരോരോ ശക്തികൾ ദേവിയെ സേവിക്കാനായിട്ട് എത്തി. മാഹേശ്വരി, വൈഷ്ണവി തുടങ്ങിയതായിട്ടുള്ള ദേവിമാരായിട്ട് ആ ദേവന്മാരുടെ ശക്തികൾ എത്തി എന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് അനവധി അസുരന്മാരെ വധിച്ചു. ആ കൂട്ടത്തിൽ പറയണം, മാഹേശ്വരി ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഘാന കൗമാരി തഥാ ശക്തിയതികോപന. മാഹേശ്വരി, മാഹേശ്വരി എന്നുള്ള ശക്തി, ശിവന്റെ ശക്തിയായിട്ടുള്ള മാഹേശ്വരി ത്രിശൂലേന, ത്രിശൂലം കൊണ്ട് കുറേ അസുരന്മാരെ വധിച്ചു. തഥാ ചക്രേണ വൈഷ്ണവി, അതുമാതിരി വൈഷ്ണവി, വിഷ്ണുവിൻ്റെ ശക്തിയായിട്ടുള്ള വൈഷ്ണവി ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് കുറേ പേരെ വധിച്ചു. ജഘാന. ഇനി തഥാ അപ്രകാരം തന്നെ കൗമാരി, കൗമാരി എന്നുള്ളതായിട്ടുള്ള ശക്തി, കൗമാരി എന്നുള്ളതായിട്ടുള്ള ശക്തി കുമാരൻ്റെ ശക്തി എന്നുള്ളതാണ്. കുമാരൻ ചാൽ സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യൻ്റെ ശക്തിയായിട്ടുള്ള കൗമാരി ശക്തി ശക്തിയ അതികോപന, അത്യധികം കോപനശീലയായിട്ടുള്ള, കോപിക്കുന്ന ശീലത്തോടു കൂടിയതായിട്ടുള്ള ആ കുമാരൻ്റെ ശക്തി, ശക്തി കൊണ്ട്, ശക്തി കൊണ്ട് എന്ന് വെച്ചാൽ അവിടെ ശക്തി എന്ന് വെച്ചാൽ വേല് എന്നുള്ള അർത്ഥമാണ്. ആ തൻ്റെ വേല് കൊണ്ട് അനവധി ദൈത്യന്മാരെ ജഘാന വധിച്ചു. ദൈത്യാൻ ജഘാന, ദൈത്യന്മാരെ വധിച്ചു. ഇനി ഐന്ദ്രീ കുലിശപാതേന ശതശോ ദൈത്യദാനവാ പേതുർവിദാരികാ ഭൂമൗ രുധിരൗഘ പ്രവർഷണാ. ഐന്ദ്രീ, ഐന്ദ്രീ ഇന്ദ്രൻ്റെ ശക്തിയായിട്ടുള്ള ഐന്ദ്രീ ശക്തി കുലിശപാതേന, കുലിശം വജ്രം, വജ്രായുധം, ആ ആയുധങ്ങൾ, വജ്രായുധം കൊണ്ട് അനവധി ദൈത്യന്മാരെ നിപതിപ്പിച്ചു. ശതശഃ, നൂറുകണക്കിനുള്ളതായിട്ടുള്ള ദൈത്യദാനവാഹ, ദൈത്യന്മാരും ദാനവന്മാരും ശതശഃ നൂറുകണക്കിന് പേതുഹു വീണു എന്നാണ്. വിദാരിതാഹ ഭൂമൗ, ആ ഐന്ദ്രിയുടെ കുരിശപാതം കൊണ്ട് ഭൂമിയിൽ വീണതായിട്ടുള്ള ദൈത്യദാനവന്മാർ നൂറുകണക്കിന് ഭൂമിയിൽ പേതുഹു നിപതിച്ചു. രുധിരൗഘ പ്രവർഷണാഹ, രുധിരൗഘം അതിധാരാളമായിട്ടുള്ള രക്തം ഭക്ഷിച്ചുകൊണ്ട്, രക്തത്തിൻ്റെ അതായത് അനവധി പേര് മരിച്ചപ്പോൾ ധാരാളമായിട്ട് രക്തം ഒഴുകി തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത്യധികമായിട്ടുള്ള രുധിരം, രുധിരൗഘം, അത്യധികമായിട്ടുള്ള രുധിര സമൂഹം തന്നെ, അതായത് ധാരാളമായിട്ടുള്ള രക്തം ഒഴുക്കിക്കൊണ്ട് അവർ അനവധി അസുരന്മാർ നിപതിച്ചു കുമാരിയായിട്ടുള്ള യുദ്ധത്തിൽ എന്നാണ്. ഇനി തുണ്ടപ്രഹാര വിധ്വസ്ത ദംശാഗ്രക്ഷതവക്ഷസ വരാഹമൂർത്തിയ ന്യപതം ചക്രേണ ച വിദാരിതാഹ. വരാഹമൂർത്തി ആയിട്ടുള്ളതായിട്ടുള്ള വരാഹമൂർത്തി, വരാഹത്തിൻ്റെ മൂർത്തിയോടുകൂടിയ, ശരീരത്തോടുകൂടിയ വാരാഹി എന്ന ദേവിയാൽ, അതാണ് വാരാഹി എന്നുള്ള ദേവി, ആ വാരാഹിയുടെ തേറ്റ കൊണ്ട്, തുണ്ടം കൊണ്ട്, തുണ്ടം വെച്ചാൽ മൂക്ക് എന്നുള്ള അർത്ഥമാണ്. തുമ്പിക്കയ്യ എന്നൊക്കെ ഉണ്ട് അർത്ഥം. ആ തുമ്പിക്കയ്യ എന്നുള്ളത് മൂക്ക് എന്നുള്ള അർത്ഥത്തിലും പൊതുവെ പ്രയോഗിക്കും. ഇവിടെ പന്നിയുടെ ആകുമ്പോൾ തേറ്റ കൊണ്ട് അടിക്കപ്പെട്ട, അടിക്കപ്പെട്ടതായിട്ട് വിധ്വംസിതാഹ, വിധ്വംസിതരായി, പൊടി ഇതായിട്ട് പൊടി ആയിട്ട്. ദംഷ്ട്രാഗ്ര ക്ഷതവക്ഷസ, ദംഷ്ടയുടെ അഗ്രം കൊണ്ട് വക്ഷസ് കീറിയിട്ടും മാറിടം കീറിയിട്ടും വരാഹമൂർത്തിയ വരാഹമൂർത്തിയാൽ അപ്രകാരം ചെയ്യപ്പെട്ടതായ അനവധി ദൈത്യന്മാർ ചക്രേണ ച വിദാരിതാഹ, ചക്രം കൊണ്ടും വിദാരിതരായി, കയ്യിലുള്ളതായിട്ടുള്ള ചക്രം കൊണ്ടും ഇതായിട്ട്
ക്ഷതന്മാരായിട്ട് വീണു എന്നുള്ളതാണ്. ഇനി വിദാരിതാംശ്ചാന്യൻ ഭക്ഷയന്തി മഹാസുരൻ നാരസിംഹി ചാരാജോ നാദപൂരിത ദിഗ്മുഖ. നാരസിംഹി എന്നുള്ളതായിട്ടുള്ള ശക്തി, നരസിംഹത്തിൻ്റെ ശക്തിയായിട്ടുള്ള നാരസിംഹി എന്നുള്ളതായ ശക്തി. നാരസിംഹി നഖൈഹി വിദാരിതാംശ്ചാന്യാൻ, നഖൈഹി നഖങ്ങളെ കൊണ്ട് കീറി മുറിച്ചതായിട്ടുള്ള അന്യന്മാരായിട്ടുള്ള ദൈത്യന്മാരെ, അങ്ങനെയുള്ള വിദാരിതന്മാരും വേറെയും ഉള്ളതായിട്ടുള്ള ദൈത്യന്മാരെ, നഖം കൊണ്ട് കീറി മുറിച്ചിട്ടുള്ളതായിട്ടുള്ള കുറേ പേര്, അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള അനവധി ദൈത്യന്മാർ, എല്ലാവരെയും കുറേ പേരെ ഭക്ഷിച്ചുകൊണ്ട് മഹാസുരന്മാരെ വധിക്കുക മാത്രമല്ല അവിടെ സിംഹമായതുകൊണ്ട് ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മഹാസുരാൻ ഭക്ഷയന്തി പ്രകാരം ഭക്ഷിച്ചുകൊണ്ട് ആ നാരസിംഹി എന്നുള്ളതായിട്ടുള്ള ശക്തി ചചാര ആജൗ യുദ്ധഭൂമിയിൽ ചചാര സഞ്ചരിച്ചു. നാദപൂരിത ദിഗ്മുഖ, നാദം കൊണ്ട് തൻ്റെ ഗർജനം കൊണ്ട് ദിഗ്മുഖങ്ങളെ മുഴുവൻ നിറച്ചുകൊണ്ട് പൂരിപ്പിച്ചുകൊണ്ട് 4 ദിക്കുകളിലും അറ്റം വരെ എത്തിയിട്ടുള്ള ശബ്ദം എത്തി എന്നുള്ളതാണ്. അങ്ങനെ ചചാര സഞ്ചരിച്ചു നാരസിംഹി എന്നുള്ളതായിട്ട് ശക്തി. ഇനി ചണ്ഡാട്ടഹാസൈഹി അസുരാഹ ശിവദൂത്യാ വിഭീഷിതാഹ പേതു പൃഥിവ്യാം പതിതാഹ പതിതാംസ്താംശ്ചഖാദാഥ സാ തദാ. ചണ്ഡിക, അതായത് ദേവി, അംബികാദേവി തന്നെ. അംബികാദേവി ശിവദൂതി എന്നാണ് പറയുന്നത് അവിടെ. ശിവനെ ദൂതനായിട്ട് ശിവനെ അയച്ചതുകൊണ്ട് ശിവദൂതി എന്നുള്ളതായിട്ടുള്ള പേര് വന്നു അംബികയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ആ ശിവദൂതിയാൽ ചണ്ഡാട്ടഹാസങ്ങളെ കൊണ്ട്, ചണ്ഡങ്ങളായിട്ടുള്ള ഭീകരങ്ങളായിട്ടുള്ള അട്ടഹാസങ്ങളെ കൊണ്ട് അസുരന്മാർ വിഭീഷിതാഹ ഭയന്നുവല്ലാണ്ട് എന്നുള്ളതാണ്, ഭയന്നവരായി. പേതുഹു അങ്ങനെ നിലത്ത് വീണു, ഭൂമിയിൽ വീണു. പേതു പൃഥിവ്യാം ഭൂമിയിൽ നിപതിച്ചു. പതിതാം സ്ഥാൻ അങ്ങനെ വീണതായിട്ടുള്ള അവരെ, പതിതാൻ താൻ പദം മുറിക്കുമ്പോൾ പതിതാൻ താൻ ചഖാദ അഥ എന്നാണ്. പതിതാൻ താൻ ഭൂമിയിൽ വീണതായ അവരെ ചഖാദ ഭക്ഷിച്ചു. അപ്രകാരം ഭൂമിയിൽ നിലത്ത് വീണതായിട്ടുള്ള ആ അസുരന്മാരെ ദേവി അനന്തരം ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.